ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് ലാസ്റ്റ് ചെയ്ത വീഡിയോയിലും ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിന്നും വീഡിയോ ഇടാം, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരക്കുകൾ ഒഴിയുന്നതേ ഇല്ല, ഒരു വലിയ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട് നമ്മൾ മാറുമായിരുന്നു. ഞാനൊരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഏകദേശം വന്നതേ ഉള്ളൂ. ഫുള്ളായിട്ടുള്ള അടുക്കിപ്പെറുക്കും കാര്യങ്ങളും ഒന്നും തന്നെ നടന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് അവധിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് സ്കൂളും തുറന്നിട്ടുണ്ട്. ഇനി മക്കളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം വേണം ചെറിയ ചെറിയ രീതിയിൽ എല്ലാ പരിപാടികളും തുടങ്ങാനായിട്ട്. അപ്പോൾ അതേ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കേട്ടോ. അതിന് ശേഷം നമ്മൾ മീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മീൻ മേടിച്ചു. മീൻ പെട്ടെന്ന് തന്നെ വെട്ടു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വന്ന വീട്ടിലാണെങ്കിൽ വേസ്റ്റ് കളയാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ എടുക്കാൻ ആൾ വരും കേട്ടോ. അപ്പോൾ ഇന്ന് വരുന്ന ദിവസമാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് മീൻ വെട്ടി എടുക്കും കേട്ടോ. മീൻ വെട്ടിയാൽ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും കൂടെ കൊടുക്കാമല്ലോ. പിന്നെ ഒന്നിടവിട്ടാണ് വരുന്നത്, അതുവരെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഏട്ടൻ വന്ന് വേസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങോട്ട് പോയിട്ടുണ്ട്, അവരൊരു വിസിലടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് വെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ എന്തായാലും 2 മീൻ വെട്ടാൻ പറ്റിയില്ല. ബാക്കി ഉള്ളതിൻ്റെ വേസ്റ്റ് കൊടുത്ത് ഞാൻ വിട്ടു. ഏട്ടൻ അത് തൂക്കി പിടിച്ചുകൊണ്ട് ഈ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ ജനൽ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അകത്തൂടെ നോക്കുക കേട്ടോ. അവർ വന്നോ വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അവർ ധൃതിക്ക് വന്നിട്ട് ധൃതിക്ക് എടുത്തുകൊണ്ട് പോകട്ടെ ചെയ്യുന്നത്. നമ്മൾ വാതൊക്കെ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ, അവരെടുത്തോളും. അത് കണ്ടില്ലെങ്കിലാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ മീനെല്ലാം വെട്ടിയതിന് ശേഷം ഞാൻ അപ്പം തന്നെ അവിടെ ഒക്കെ ഒന്ന് കഴുകുക കേട്ടോ. ആദ്യമേ നമ്മുടെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് കഴുകും. പിന്നെ ഞാൻ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഞാൻ മീൻ വെട്ടിയതിന് ശേഷം അവിടെ കുറച്ച് പുൽത്തൈൽ ഇട്ടിട്ടാട്ടോ ഒന്ന് കഴുകിയെടുക്കുന്ന ആ മണം ഒന്ന് പോകാനായിട്ട്. മത്തിയായതുകൊണ്ട് പിന്നെ പറയുകയേ വേണ്ട, എത്ര പുൽത്തൈലോ മിന്തൊഴിച്ചാലോ ഒരു മണം അങ്ങോട്ട് മാറുകയില്ല കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കഴുകി. ഇനി നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഏട്ടൻ ജോലിക്ക് പോകാനായിട്ടൊക്കെ ഒരുങ്ങി ഇരിപ്പുണ്ട് ആൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ ഇരുന്ന പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. അപ്പോൾ അടുക്കളയൊന്നും നമ്മൾ മുഴുവനായിട്ടും ഒന്നും ഒതുക്കിയില്ല കേട്ടോ. സൈഡിലൊക്കെ ഞാൻ ചാക്കിനകത്ത് കൊണ്ടുവന്നതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറേ ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചക്കത്തേക്കുള്ള കറിയും എല്ലാം വെച്ചിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ, അടുക്കിപ്പെറുക്കിലേട്ടൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഏത്തക്കായും മുട്ടയാട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. കാരണം വീടുമാറൽ ഒരു 1.5 വീടുമാറലായിരുന്നു. ഒരുപാട് പണിയെടുത്ത ഒരു ഇതാട്ടോ. അപ്പോൾ അതുകൊണ്ട് വയ്യ. അപ്പോൾ രാവിലെ ചോറും അവർക്കുള്ള തോരനും പിന്നെ ഈ ചെറിയ പപ്പടം ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായിട്ടോ 2 പേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ. അപ്പോൾ അതും ഒക്കെ വറുത്തതുണ്ടായിരുന്നു. പിന്നെ മുട്ടയും പുഴുങ്ങിയതും ഏത്തക്ക പുഴുങ്ങിയതും ഉണ്ട്. അതാണ് കേട്ടോ എനിക്ക് ഏട്ടനും കഴിക്കാനായിട്ട്. നമ്മളങ്ങനെ കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നപ്പോഴത്തേക്കിന് കാപ്പിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് തീരുന്നിടം വരെ ഞാൻ ഒരു ദിവസം ഒരു 4-5 വട്ടമെങ്കിലും കുടിക്കും കേട്ടോ. നല്ലതല്ലെന്നറിയാം, എന്നാലും ഞാൻ കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെ കഴിച്ചു. ഏട്ടൻ ജോലിക്കായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയായിട്ട് വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കൊണ്ട് വിരിക്കാനായിട്ട് പോവാണ്. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഇട്ട് വിരിക്കാം, നിലത്തായാലും വിരിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പായൊക്കെ എടുത്തിട്ടിട്ട് അവിടെ തുണിയെല്ലാം വിരിച്ച് കേട്ടോ. നേരെ വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ട് നമ്മുടെ മീൻ പറ്റിക്കാൻ പോകട്ടോ. മത്തിയാണ് കേട്ടോ. ഒരുപാട് നാളിന് ശേഷം കേട്ടോ ഞങ്ങൾക്ക് മത്തി കിട്ടുന്നത്. അങ്ങനെ ഞാൻ മത്തി കറി വെക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ തിരുമും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് 1-2 ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വളയുടെ കാര്യങ്ങളൊക്കെ ചെറിയ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് കുറേ ഓർഡേഴ്സ് ഞാൻ എടുക്കുന്നില്ലായിരുന്നു. എനിക്ക് തന്നവർക്ക് മാത്രം കേട്ടോ കൊടുത്തുകൊണ്ടിരുന്നത്. ഓർഡർ തന്നവർക്കുള്ളതേ ഞാൻ ചെയ്യുന്നുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും പരിപാടി പൂർവാധികം ശക്തിയായിട്ട് തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വീണ്ടും ഈ ഒരു വർഷത്തിൽ ഓർഡറൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചെയ്യണം. ഇന്നു മുതൽ അതൊക്കെ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇന്ന് മുതലല്ല, ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ ഏകദേശം തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പീര വെക്കാനായിട്ടുള്ള തേങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത്, പിന്നെ പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ പുളിയും കൂടെ എല്ലാം കൂടെ ഇട്ട് ഇച്ചിരി എണ്ണയും കൂടെ വെച്ചിട്ട് കേട്ടോ കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് വെക്കുക. ചിലപ്പോൾ ഞാൻ ഇത്രയൊന്നും വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് പീരയ്ക്ക് ഇതുപോലെ പീരയും ലേശം ചാറുമായിട്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ പീരയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം ഇങ്ങനെ കോരി. അപ്പോൾ ഞാൻ എല്ലാം ആക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
പറ്റിക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ കുറച്ച് മീൻ വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറി വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വറക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തി വറുത്തത്. അപ്പോൾ ദേ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എപ്പോഴും തന്നെ ഇവിടെ ഉണ്ടാവുന്ന കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞ് പോയിട്ടുണ്ട്, അതും കൂടി ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ദേ നമ്മൾ വറുത്തെടുക്കുക കേട്ടോ. എനിക്ക് ഉച്ചക്കത്തേക്കുള്ളത് മാത്രം മതി. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ 2 വറക്കാമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഒരെണ്ണം കൂടി ഇട്ടു കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെ തീ കത്തിക്കാൻ മറന്നുപോയി കേട്ടോ. കുറേ നേരമായിട്ടും അത് ആവണില്ല. അപ്പോൾ നോക്കുമ്പോഴാട്ടോ തീ കത്തി, ഞാൻ എപ്പോഴും ഇത് തീ കത്തിക്കുന്ന കേട്ടോ. പക്ഷേ തിരിച്ചിങ്ങനെ കുറയ്ക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അത് കെട്ടുപോകും കേട്ടോ. അത് ഞാൻ ഓർക്കാറേ ഇല്ല. അങ്ങനെ ദേ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാലത്തും വരുന്നതിന് മുമ്പേ തന്നെ കുറച്ചെങ്കിലും എനിക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവന്മാർ സമ്മതിക്കില്ല കേട്ടോ. സമ്മതിക്കില്ല, അവർ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ അവരുടെ കാര്യങ്ങളിലേക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസത്തെ ഈ ക്ഷീണം കാരണം എനിക്ക് ഉറക്കം ഉളയ്ക്കാനായിട്ടും പറ്റില്ല. കാരണം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ, കാരണം നമുക്കിത് വീട് മാറുന്നതിൻ്റെ ഇതിൽ കുറച്ച് ഏട്ടൻ്റെ മാമൻ്റെ മോനൊക്കെ സഹായിച്ചു. ബാക്കി നമ്മൾ തന്നെ ആയിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുറേ ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് തീരെ വയ്യായിരുന്നു. അങ്ങനെ ദേ ഉച്ചയൊക്കെ ആയതിന് ശേഷം ഞാൻ ചോറുണ്ണാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ചോറും തോരനും മീൻ വറുത്തതും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ചോറിനിട്ട് കുറച്ച് നേരം കൂടെയുള്ള പരിപാടി